ഹല്ലേലൂയ. ദീർഘനാളുകളായി രോഗങ്ങൾ കൊണ്ടും പ്രശ്നങ്ങൾ കൊണ്ടും തകർച്ചകൾ കൊണ്ടും നിരാശ കൊണ്ടും എഴുന്നേൽക്കാൻ കഴിയാതെ വീണുപോയ, കിടപ്പിലായിപ്പോയ, നിൽക്കാൻ കഴിയാത്ത, പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ദൂത് പറയുകയാണ്. നിങ്ങൾ എത്ര കാലമായി ഈ തളർച്ചയുടെ, ഈ തകർച്ചയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ വിഷയമല്ല. കർത്താവ് നിങ്ങൾക്ക് ഒരു വിടുതൽ തന്ന് കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവ് തരുന്ന സന്ദേശം യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 6-ഉം 8-ഉം വാക്യത്തിൽ നിന്നാണ്. ബെഥെസ്ദ കുളക്കരയിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ 38 വർഷമായിട്ട് തളർവാദ, പക്ഷവാത രോഗം പിടിച്ച് കിടക്കുകയാണ്. അവൻ ദീർഘവർഷങ്ങളായിട്ട് കിടന്നു. അവൻ മരിച്ചില്ല, അവൻ കിടന്നു. യേശു അവനെ തേടി അവന് വേണ്ടി മാത്രം വരികയാണ്. അവൻ കാത്തിരുന്നത് അതത് സമയത്തൊരു ദൂതൻ ഇറങ്ങി വന്നിട്ട് കുളം കലക്കും. ആ കുളം കലക്കുമ്പോൾ ആദ്യം ചാടുന്നവന് സൗഖ്യമുണ്ടാകും. ബെഥെസ്ദ കുളക്കരയിൽ ആ കുളത്തിൻ്റെ പ്രത്യേകത അതായിരുന്നു. എന്നാൽ ശ്രദ്ധിച്ചേ, അവനെ ആരും സഹായിക്കാനില്ലെന്ന് അവൻ പറയുന്നുണ്ട്. ഒരു ദൂതൻ വരും, എന്നെ വെള്ളത്തിലാക്കാൻ ആരുമില്ലെന്ന് അവൻ പറയുന്നു. എന്താ സംഭവിച്ചെന്നറിയാമോ? ഒരു ദൂതനല്ല. ദൂതൻ കലക്കുമ്പോൾ എടുത്ത് സഹായിക്കുവാൻ വേറൊരു മനുഷ്യനുമല്ല. അവനെ സഹായിക്കുവാൻ ദൂതന്റെ ആവശ്യമില്ലായിരുന്നു, മനുഷ്യന്റെ ആവശ്യമില്ലായിരുന്നു, വെള്ളത്തിന്റെ ആവശ്യമില്ലായിരുന്നു. രക്ഷിക്കാൻ ശക്തനായ ദൈവപുത്രൻ തന്നെ നേരിട്ട് അവൻ്റെ അടുക്കൽ വന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കാലങ്ങളായി 38 വർഷമായി ആർക്കും അത് ആ ഒരു കാലഘട്ടത്തെ അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാവുന്നതല്ല. വലിയൊരു കാലഘട്ടമാണ്. ദീർഘകാലം കടന്നിട്ടും കർത്താവിന് അവനോട് കരുണ തോന്നിയില്ലേ? നിങ്ങളോട് കരുണ തോന്നും. ആമേൻ. എത്ര കാലമാണെങ്കിലും നിങ്ങളുടെ വിടുതൽ കർത്താവ് അവഗണിക്കുന്നില്ല. നിങ്ങൾക്ക് ഇനി വിടുതൽ ഇല്ലെന്ന് ചിന്തിക്കണ്ട. 37-ാമത്തെ വർഷവും ഒരുപക്ഷെ പലരും പറഞ്ഞു കാണും, നിനക്കിതൊന്നും പറഞ്ഞിട്ടില്ല. ആമേൻ. തലേ ദിവസം പറഞ്ഞു കാണും, നീ ഇങ്ങനെയൊക്കെ അവസാനിക്കാനുള്ളതേ ഉള്ളൂ. പക്ഷെ എന്തോ കർത്താവിനോട് കരുണ തോന്നി. നിങ്ങളെക്കുറിച്ച് ആരും കരുണ തോന്നിയില്ലെങ്കിലും, നിങ്ങളെ സഹായിക്കാൻ ആരും വന്നില്ലെങ്കിലും അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടില്ലെന്ന് ചിന്തിക്കണ്ട. അതുകൊണ്ട് നിങ്ങളെ ഇനി ആരും വരില്ലെന്ന് ചിന്തിക്കണ്ട. നിങ്ങളെ സഹായിക്കാൻ അധികാരവും കഴിവും പൂർണ്ണമായി സൗഖ്യമാക്കാനും കഴിയുന്ന ഒരുവൻ, നിങ്ങളുടെ എല്ലാ പ്രശ്നത്തെയും പരിഹരിക്കാൻ കഴിയാവുന്നവൻ സമയമാകുമ്പോൾ വരും. ഹല്ലേലൂയ. അവന് അത്ഭുതകരമായ ഒരു സൗഖ്യമാണ് യേശു നൽകിയത്. ആമേൻ. ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കും. യേശു പറയുക, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഞാൻ പരിശുദ്ധാത്മാവിൽ പ്രവചിച്ചു പറയുകയാണ്, നിങ്ങൾ ഏത് മേഖലയിലാണ് ദീർഘവർഷങ്ങളായി ഇരുന്നു പോയത്, കിടന്നുപോയത്, എഴുന്നേൽക്കാൻ കഴിയാതെ നിങ്ങളെ പിശാച് ഒതുക്കിക്കളഞ്ഞത്, നിങ്ങളുടെ തലമുറയുടെ ഭാവിയാണോ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ നന്മയാണോ, നിങ്ങളുടെ ആരോഗ്യമാണോ, നിങ്ങളുടെ യാത്രകളോ, ജോലിയുടെ വിഷയമാണോ? കർത്താവ് പറയാണ്, എഴുന്നേറ്റ് നടക്ക, നീ മുന്നോട്ട് പോകുമെന്ന് പരിശുദ്ധാത്മാവ് പറയുക. കർത്താവ് തന്നെ വന്ന് നിന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ആരൊക്കെ തടയാൻ നോക്കിയാലും, അല്ല ആരും സഹായിച്ചില്ലെങ്കിലും ദൈവം വന്ന് നിന്നെ സഹായിക്കും. ദൈവം നിങ്ങളെ ശക്തീകരിക്കും. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ കർത്താവ് ഒന്ന് കരുണ തോന്നിയാൽ അവൻ വിടുതൽ നൽകും. കർത്താവ് കരുണ തോന്നിയാൽ അവൻ അടുക്കൽ വരും. ഹല്ലേലൂയ. ഇതുപോലത്തെ സംഭവമാണ്, അതേ സെയിമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിന്റെ വാതുക്കൽ ഏകദേശം 40 വർഷം, ഇതൊക്കെ അടുത്തടുത്ത പ്രായങ്ങളാണ്, 40 വർഷമായിട്ട് ഭിക്ഷയാചിക്കുന്ന ഒരു മനുഷ്യൻ, അത് മുടന്തനായൊരു മനുഷ്യൻ. പിറവിയിലെ അമ്മയുടെ ഗർഭത്തിൽ വെച്ചേ മുടന്തനായിരുന്നു. അവരെത്ര വർഷങ്ങളായി ഭിക്ഷയാചിക്കുകയാണ്. യേശു ഒരുപക്ഷെ ആ സ്ഥലത്തൂടെ കടന്നുപോയ സമയമുണ്ടായിരുന്നു. അവൻ വിചാരിച്ചു, യേശുവിന് പോലും എന്നെ വേണ്ടായോ? പല പ്രാവശ്യം യേശു ദേവാലയത്തിൽ വന്നിട്ടുണ്ടായിരിക്കാം, യേശുവിനെ കുറിച്ചുള്ള വാർത്ത കേട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ അവിടെ കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? അവനെ വെയിറ്റ് ചെയ്യിപ്പിച്ചു. എന്താണെന്നറിയാമോ? കർത്താവിന് ഒരു സമയമുണ്ടായിരുന്നു. അവൻ്റെ ശിഷ്യന്മാർ ആത്മശക്തി പ്രാപിച്ചവരായി, പെന്തക്കോസ്ത് നാളിലെ അഭിഷേകം പ്രാപിച്ചവരായി അവർ വന്നിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നൊരു അത്ഭുതമാണ് റെക്കോർഡ് ചെയ്യുന്നത്. അവര് സുന്ദരമെന്ന ദേവാലയ ഗോപുരവാതിക്കലിരിക്കുന്ന മുടന്തനെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഒരു വലിയ അത്ഭുതത്തിന് അത് തുടക്കമായി. എന്ന് പറഞ്ഞാൽ ആ ഒരു അത്ഭുതം ആയിരക്കണക്കിന് ആളുകളെ സ്നാനത്തിലേക്ക് നയിച്ചു. ആ ഒരു അത്ഭുതത്തിലൂടെ ദേശത്ത് യേശുവിൻ്റെ ശക്തി എന്താണെന്ന്, ഉയർത്തെഴുന്നേറ്റ യേശു ജീവിക്കുന്നെന്നുള്ള സത്യം ആ ദേശത്തെ പുരോഹിതന്മാർ പോലും തിരിച്ചറിഞ്ഞു, സർവ്വരും അറിഞ്ഞു. പ്രിയമുള്ളവരെ, ചില നാളിലേക്കൊക്കെ ദൈവം ചിലപ്പോൾ ഇരിക്കാൻ അനുവദിച്ചേക്കാം. കരുണയില്ലാഞ്ഞിട്ടല്ല,
മനസ്സിലില്ലാഞ്ഞിട്ടല്ല, ദൈവം തന്നെ മുന്നിൽ കൂടെ പോയിട്ടും തൊടാതെ വിട്ടത് നിന്നെക്കൊണ്ട് ദൈവത്തിൻ്റെ ഒരു മഹത്വം വെളിപ്പെടുത്താനുണ്ട്. ഹല്ലേലൂയ. യേശുവിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ ഉയർത്തെഴുന്നേറ്റ യേശുവിന് തൻ്റെ ശിഷ്യന്മാരിലൂടെ ചെയ്യാനുള്ള അത്ഭുതം കർത്താവ് ബാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഒരാമേൻ പറഞ്ഞേ. നിങ്ങൾ അവോയ്ഡ് ചെയ്യപ്പെട്ടിരിക്കുന്നില്ല, അവഗണിക്കപ്പെട്ടിരിക്കുന്നില്ല. നിങ്ങൾ ഏതോ ഒരു അതിശയത്തിൻ്റെ ഭാഗമായി മാറാൻ പോവുക, ഒരു അത്ഭുതത്തിൻ്റെ ഭാഗമായി മാറാൻ പോവുകയാണ്. എല്ലാവർക്കും സൗഖ്യം കിട്ടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നില്ലായിരിക്കാം. എല്ലാവരുടെയും കടഭാരം മാറുമ്പോൾ നിങ്ങളുടെ കടഭാരം മാറുന്നില്ലായിരിക്കാം. എല്ലാവരുടെയും വസ്തു വിൽക്കുമ്പോൾ നിങ്ങളുടെ വസ്തു വിൽക്കപ്പെടുന്നില്ലായിരിക്കാം. എല്ലാവർക്കും കാർ ലഭിക്കുമ്പോൾ, വീട് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്കത് നടക്കുന്നില്ലായിരിക്കാം. നിരാശപ്പെടരുത്. നിങ്ങളുടേത് വ്യത്യസ്തമാണ്, നിങ്ങളുടേത് ദൈവിക പദ്ധതിയുള്ളതാണ്, നിങ്ങളുടേത് സാക്ഷ്യമാകേണ്ടതാണ്. നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ഈ സാക്ഷ്യങ്ങളല്ല ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. പറയുമ്പോൾ നമുക്ക് എളുപ്പമായി, പക്ഷേ ആ മനുഷ്യൻ അനുഭവിച്ച വർഷങ്ങൾ അനുഭവിച്ച വേദന അത് വലുതല്ലേ. നമ്മൾ അനുഭവിക്കുന്ന കഷ്ടതകളാകട്ടെ, വേദനകളാകട്ടെ, എത്ര കാലപ്പഴക്കമാണെങ്കിലും അതൊരു സാക്ഷ്യമായി മാറും. വിശ്വസിക്കേ. ആമേൻ. കർത്താവ് കരുണ തോന്നുന്ന ദൈവമാണ്. ദീർഘനാളായിട്ടും ഒരു പരിഹാരമില്ലാത്ത വിഷയം പോലെ മറ്റുള്ളവർ തള്ളിക്കളഞ്ഞിട്ടോ ഇനി ചവിട്ടി തേച്ചിട്ട് മാറിപ്പോകുന്നവരൊക്കെ കാണുമായിരിക്കാം. പക്ഷെ നിങ്ങളെ കൈവിടാത്തൊരു ദൈവമുണ്ട്. സമയമാകുമ്പോൾ അവൻ്റെ പ്രവൃത്തിയുമായി അവൻ ഇറങ്ങി വരും. ചുങ്കക്കാരനും ഒരു പരീശനും പ്രാർത്ഥിക്കാൻ പോയ കാര്യം, ദൈവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോയ കാര്യം ലൂക്കോസിന് സുവിശേഷം 18-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, 13-ാം വാക്യത്തിൽ. പരീശൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അവൻ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അവൻ പറഞ്ഞ് ലാസ്റ്റ് വന്നപ്പോൾ സ്വയമായൊരു നീതീകരണം കൂടെ മറ്റൊരുത്തനെ ചാരിക്കൊണ്ട് പറയുക, ഈ ചുങ്കക്കാരനെ പോലെ ഞാൻ അല്ല. ഇതൊരു വലിയ അപകടമാണ്. എന്നാൽ ചുങ്കക്കാരൻ പറയുകയാണ്, ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ചു, ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ. അവനോ കരുണ പ്രാപിച്ചു നീതീകരിക്കപ്പെട്ടവനായി പോയി. മറ്റവനോ തന്നെത്താൻ നീതീകരിച്ചും ന്യായീകരിച്ചും നീതിയില്ലാത്തവനായി. ദൈവം നീതീകരിച്ചില്ല അവനെ. ഹല്ലേലൂയ. പാപത്തിൻ്റെ ലിസ്റ്റ് പറഞ്ഞ്, പരാജയങ്ങളുടെ ലിസ്റ്റ് പറഞ്ഞിട്ട് ഇനി നിന്നെ ഒന്നും ദൈവത്തിന് ആവശ്യമില്ലെന്ന് പല ആത്മീയരും പറഞ്ഞു കാണുമായിരിക്കും. പക്ഷെ നിങ്ങളെ ദൈവത്തിന് ആവശ്യമുണ്ട്. ദൈവം നിങ്ങളെ തള്ളിക്കളയുകയില്ല. ഹല്ലേലൂയ. കർത്താവിന് നിങ്ങളെ ആവശ്യമുണ്ട്. നിങ്ങളെ നീതീകരിക്കും, നിങ്ങളെ വിശ്വസ്തരാക്കും, നിങ്ങളെ വിശുദ്ധീകരിക്കും, ദൈവിക പദ്ധതിക്കായി ഉപയോഗിക്കും. ഹല്ലേലൂയ. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ ഒരു മനുഷ്യൻ അപ്പൻ്റെ സ്വത്ത് അപ്പൻ്റെ കയ്യിൽ നിന്ന് ഷെയർ വാങ്ങിച്ചുകൊണ്ട് വീട് വിട്ട് ഓടിപ്പോയ ഒരു കാര്യമുണ്ട്. ആ പണമെല്ലാം ദൂർത്തടിച്ചിട്ട് ഒടുവിൽ അവൻ ആഹാരം പോലും കഴിക്കാൻ നിവൃത്തിയില്ലാതെ സുബോധം വന്നിട്ട് തിരിച്ചു വരുന്നൊരു സമയമുണ്ട്. തിരിച്ചു വരുന്ന സമയത്ത് അവിടെ കാണുന്ന കാര്യം, അവൻ അപ്പനെ കുറിച്ചുള്ള ബോധം വന്നു. തിരിച്ച് അപ്പൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ അവൻ ഏറ്റുപറയുക, അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു, സ്വർഗത്തോടും അങ്ങയോടും പാപം ചെയ്തു, നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ എനിക്ക് യോഗ്യതയില്ല. അവിടെ എഴുതിയിരിക്കുന്നത്, അപ്പൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് അവൻ്റെ കഴിഞ്ഞ കാലങ്ങളെക്കാൾ ഉപരിയായുള്ള പദവികളും അംഗീകാരങ്ങളും നൽകി അവനെ മാനിച്ചു. കർത്താവ് കൈവിടില്ല കേട്ടോ. തെറ്റിപ്പോയി, വഴുതിപ്പോയി, ഇനി എഴുന്നേക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് പലരും, നീ കൊള്ളത്തില്ല, നിന്നെ ഒന്നും വിശ്വസ്തനാക്കാൻ പറ്റുകയെന്ന് പറഞ്ഞ് പലരും മാറ്റിയവർ ഈ ശബ്ദം കേൾക്കുന്നുണ്ടാകാം. നിങ്ങളെ ദൈവത്തിന് വേണം. ദൈവം നിങ്ങളെ ഇനി കൊണ്ടുവരും, ഉപയോഗിക്കും ദൈവിക പദ്ധതിക്ക് വേണ്ടി. ഹല്ലേലൂയ. ആമേൻ. അവൻ പറയാണ്, ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന്, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ആമേൻ. ഏറ്റു പറയാ. 32-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നത്, എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, ലംഘനം മറച്ചില്ല, എൻ്റെ ലംഘനങ്ങളെ യഹോവയുടെ ഏറ്റു പറയുമെന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. അതെ, നമ്മുടെ പരാജയങ്ങളെ ഏറ്റുപറയുക. ക്ഷമിക്കുന്നവൻ നമ്മളെ കൈവിടുകയില്ല. നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ദൈവം നമ്മളെ വിടുവിക്കും. അവൻ നമ്മെ കരകയറ്റും. ഹല്ലേലൂയ. ആ കിടക്കയെടുത്ത് നടക്ക്. ആ കൈ പിടിച്ച് നമ്മളെ എഴുന്നേൽപ്പിക്കുന്നൊരു ദൈവമുണ്ട്. നിങ്ങൾ എഴുന്നേൽക്കും, നിങ്ങൾ മുന്നോട്ട് പോകും, നിങ്ങളൊരു അതിശയ വിഷയമായി മാറും. ആമേൻ. ആമേൻ. ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ സന്ദേശം ഈ മക്കൾക്ക് വേണ്ടിയുള്ളതാണല്ലോ പരിശുദ്ധാത്മ പറഞ്ഞത്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ഏറിയ കാലമായെന്ന് കർത്താവ് അറിയുന്നവരുടെ വിഷയങ്ങളുമേൽ ദൈവമായിട്ടൊരു അത്ഭുതം, ആമേൻ, ആമേൻ, കർത്താവ് ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. ഈ പ്രിയപ്പെട്ട മക്കളുടെ വിഷയത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായി ദൈവപുത്രൻ ഇറങ്ങി വന്ന് വിടുവിക്കും. ഈ ശബ്ദത്തിലൂടെ, ദൈവത്തിൻ്റെ ദാസന്മാരുടെ ശബ്ദത്തിലൂടെ അവരുടെ കരം നീട്ടി അവരെ സൗഖ്യമാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബങ്ങളിൽ ദൈവിക സൗഖ്യം വ്യാപരിക്കട്ടെ. കർത്താവ് എഴുന്നേൽപ്പിക്കട്ടെ. എല്ലാ തളർച്ചകൾ മാറിപ്പോകട്ടെ. കാലും നരിയാണി ഉറയ്ക്കട്ടെ. സാമ്പത്തിക സ്ഥിതികൾ ഉറയ്ക്കട്ടെ. നന്മകൾ വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ
കുഴഞ്ഞു മറിഞ്ഞ് തകർന്നു പോയി മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം സാമ്പത്തിക മേഖല തകർന്നു പോയവർ, ആത്മീയമായി കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നു നിൽക്കാൻ കഴിയാതെ ചുങ്കക്കാരനെ പോലെ മാറി നിൽക്കുന്നവർ, മുടിയൻ പുത്രനെ പോലെ അകന്നു നിൽക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു, കർത്താവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരും. അവരുടെ പാപങ്ങളെ ക്ഷമിക്കുകയും അവരെ മുൻനിരയിൽ കൊണ്ടുവരും. ദൈവിക പദ്ധതിക്ക് അവർ സാക്ഷ്യമാക്കി തീർക്കും. ഞാനത് വിശ്വസിക്കുന്നു. നിന്റെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവിക പദ്ധതിയിലേക്ക് നിന്റെ മക്കൾ കടന്നു വരട്ടെ. അങ്ങ് അനുഗ്രഹിക്കണം. ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളോട് കരുണ തോന്നും. ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കും. ദൈവിക പദ്ധതിയുടെ സാക്ഷ്യത്തിൻ്റെ ഭാഗമായി മാറും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സന്ദേശം അനേകർക്ക് പങ്കുവെക്കണം കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ലവ്ലി ഡേ.